Yo, hi guys, I'm Swaleh and welcome back to my channel, Malayali Master. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്. അപ്പോൾ കണ്ടന്റ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ യോ ഹൈ ഗൈസ് ഇൻട്രോ പറഞ്ഞോ? പിന്നെ ഞാൻ പറഞ്ഞല്ലേ? കൊളാക്കിയോ? എങ്ങനെയുണ്ട് ഗൈസ്? ശരിയായിരിക്കുന്നോ? ഉഷാറല്ലേ? ഇത് മതിയോ? മാറ്റി പറയണോ? ആവശ്യമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ലേ? നമ്മുടെ ഇൻട്രോ കഴിഞ്ഞ് വരാം. Yo guys, I'm Swaleh. Welcome back to my channel, Malayali Master. അപ്പോൾ എന്താണ് കണ്ടന്റ്? അപ്പോൾ എന്താണ് സംഭവം? ഈഗർലി വെയിറ്റിംഗ് ആയിക്കില്ല എല്ലാവരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വാട്ട്സ് ഇൻ മൈ ബാഗ്. അതാണ് ഇപ്പോൾ യൂട്യൂബിൽ എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതല്ല, വെറൈറ്റിയാണ്, കുറച്ച് വെറൈറ്റി ഒരു സംഭവമാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോകാം. എന്താണ് സംഭവം നോക്കാം. യോ ഹായ് ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നേരെ കിടക്കല്ലേ, കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. ഞാനൊക്കെ 2-3 ദിവസം മുമ്പ് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുറന്നപ്പോഴാണ് ഞാൻ ഇതിന് ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു കണ്ടൻറ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് കയറി വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, അപ്പോൾ നമ്മുടെ ക്യാമറ സ്ക്രീനാക്കുന്ന കാണുന്ന അവിടെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ക്യാമറ നേരെ സാബിത്തിൻ്റെ കൈ കൊടുക്കാം അല്ലേ? അയ്യോ, അപ്പോൾ നമുക്ക് നേരെ തുറക്കാൻ പോവാം ഗൈസ്. ഓപ്പണിങ് തുറക്കാൻ പോവാണ് ഗൈസ്. അയ്യോ, യോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ കലവറ. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ എൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ താഴോട്ട് കുറച്ച് പോയാൽ ഇത് നമ്മളെ കുറച്ച് വയറും സാധനങ്ങളൊക്കെയാണ്, കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസാണ്. നമ്മുടെ LED ബോക്സ്, അതേപോലെ തന്നെ ആർഡിനോ, ഇവിടെ ഇതാ നമ്മൾ ആർഡിനോ യൂനോൻ്റെ ബോർഡ്, അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസാണ്. നമ്മളെന്തോ ഒരു സർട്ടിഫിക്കറ്റാണ്, മർക്കസ് സ്കൂളിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മളൊരു സിമ്മിൻ്റെ ഒരു കവറുണ്ട്. പിന്നെ നമ്മളതാ പഴയ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു അടിച്ചു പോയ ഒരു സ്മാർട്ട് വാച്ച്. പിന്നെ കുറച്ച് വയറും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം തിരയാൻ വേണ്ടി ഇങ്ങനെ ഇത് തുറന്ന് എത്രയോ തിരഞ്ഞ് ഇത് കോലത്തിലായി കിടക്കുന്നത്. അപ്പോൾ എന്നും തിരഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അടുക്കി ഒതുക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അതങ്ങ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് രണ്ടും അല്ലാതെ നമുക്ക് ഇനി ഒരു സംഭവം കൂടി ഉണ്ട് നോക്കാൻ. അത് കാണിക്കണോ വേണ്ട? എനിക്കൊരു സംശയം. പ്രേക്ഷകരല്ലേ, കാണിച്ചെടുത്താളേ. വേണോ? ആ പിന്നെതാ ഒരിത് മൊത്തം കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കിയിട്ട് ചുരുട്ടി കൊണ്ടിട്ടിരിക്കുന്നു. ഓ ഒക്കെ പോയി പിടിക്ക്. ഗൈസ്, ഇപ്പോഴാണ് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കണ്ടത്. ഗൈസ്, കുറച്ച് പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു പൊട്ടിയ വാച്ചുണ്ട്, NSSൻ്റെ ഒരു ബാഡ്ജ് ഉണ്ട്. ഇപ്പോഴാണ് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മര്യാദയ്ക്ക് കണ്ടത്.
അപ്പോൾ എപ്പോഴും ഇത് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നേരെ വന്ന് താഴെയുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് അങ്ങ് പോകും. മേലത്തെ ഭാഗത്തേക്ക് തൊടാറ് പോലും ഇല്ല. ഇതിൽ കുറച്ച് നമ്മുടെ വയറും കാര്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ. നമ്മളൊരു വെബ് ക്യാമറ ഉണ്ട്, കുറച്ച് കേബിളും കാര്യങ്ങളും, ഇത്രയേ ഉള്ളൂ. ഇതവിടെ കേട്ടോ ഗൈസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ട്. അടിയിലൊരു സ്ഥലം, തെറ്റു ടോപ്പ് അടിയിലുള്ള ക്യാബിനറ്റ് തുറന്നു. ഇത് കൊല്ലത്തിലൊരിക്കലൊക്കെ മാത്രം തുറക്കുന്ന ഒരു അറയാണിത്. ഏറ്റവും മേത്തിൽ ബാഗൊക്കെ വെക്കുന്ന സേഫായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സംഭവങ്ങൾ. ഇത് നമ്മളെ സാലിക്കിൻ്റെ DIY ക്രാഫ്റ്റ് ചാനലിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കുറച്ച് പെന്ന്, പെൻസിൽ, ഗം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതും കൂടെ മാറ്റിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെന്താ, ഇത് കുറച്ച് മെഡലും കാര്യങ്ങളൊക്കെയാണ്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഞങ്ങൾ പിന്നെ പണ്ടേ അല്ലേ, പണ്ടേ വളരെ അധികം ഇതുള്ള ആൾക്കാരാണല്ലോ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അത് തന്നെ, സബ്സ്ക്രൈബ്, അവിടെയും പ്രൊമോഷൻ. ഇനി ഇത് കുറച്ച് എന്താ പറയുക, എന്താ ഇതിൻ്റെ പേര്, ട്രോഫി കുറച്ച് ട്രോഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇതങ്ങോട്ട് മാറ്റിയേക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കുറച്ച് സോപ്പും പറ്റിയാണ് ഗൈസ്. അപ്പോൾ ഇത് ഞാനൊരു DIY ഒരു ചെറിയൊരു പരിപാടി നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചതായിരുന്നു. പിന്നെ അങ്ങനെ ഒരു സംഭവം ഉള്ളത് തന്നെ എന്നോട് മറന്നുപോയി. പിന്നെ അതിൻ്റെ അടിയിലാണ് നമ്മുടെ ആശാൻ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഗൈസ്. എക്സാം കഴിഞ്ഞ് നേരെ ഇതിവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ടതാണ്. ഇതുവരെ തൊട്ട് നോക്കിയിട്ടില്ല. ഇത് നമ്മളെ +1 കുറേ ബുക്സും കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ തൊട്ട് നോക്കിയില്ല. കണ്ടോ, ആ കൊല്ലം തുടങ്ങിയ പഠിക്ക് വെച്ചതാണ്. പിന്നെ ഇതുവരെ തൊട്ട് നോക്കി. ഇത് നമ്മളെ എവോൾവ് റോബോട്ടിക്സിൻ്റെ ഒരു ബുക്കാണ്, കോഡിങ്ങിന്. ആർഡിനോൻ്റെ പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെ പഠിക്കാൻ പോയപ്പോൾ എഴുതിയൊരു നോട്ടാണിത്. പിന്നെ നമ്മളൊരു ഡയറിയും കുറച്ച് കാര്യങ്ങളും ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും. പിന്നെ അടിയിലെന്തോ പുതപ്പാന്ന് തോന്നുന്നു. ഇത്രയൊക്കെ തന്നെ. പിന്നെയാണ് നമ്മളെ മാരക സംഭവം. ഒന്നുമില്ലേ, കഴിഞ്ഞ എക്സാമിൻ്റെ ടൈമിനിട്ട കുറേ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങൾ. ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഗൈസ്. ഹോൾ ടിക്കറ്റ് കിട്ടി. ഇനി വരുന്ന എക്സാമിന് എഴുതാനുള്ള ഹോൾ ടിക്കറ്റ്. അതിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചെടുക്കുക. എന്താണ് പ്രേക്ഷകരൊക്കെ കാണട്ടെ. എനിക്ക് എൻ്റെ എടുത്ത ഫോട്ടോയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കാണട്ടെ ഗൈസ്. ശ്രദ്ധിച്ച് നോക്കേ, മുടിയൊക്കെ പെന്നോണ്ടാണ് ബാക്കി വരച്ചിട്ടത്. എക്സാം ഒക്കെ എഴുതി ഞാൻ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ. ഇതൊക്കെ ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇനി ആവശ്യം ഉണ്ടാവും. ഗൈസ് ഇനിയിപ്പോൾ നല്ലൊരു പണി തന്നെയാണ്. ഇതൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് തന്നെ ഇടണം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ അലമാര ചാലഞ്ച്? നമ്മളിവിടെ ഒരു സാധനം കൂടി കാണിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇതൊരു സംഭവം തന്നെയാണ് ഗൈസ്. ഇതെന്താ സംഭവം? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമ്മൾ ഫസ്റ്റായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിന് DIY ആയിട്ട് ഉണ്ടാക്കിയ ഒരു ട്രൈപ്പോഡാണ്. ഇപ്പം ട്രൈപ്പോഡൊക്കെ പോയി ഒരു കാലൊക്കെ എവിടെയോ പോയിക്കുന്നു ഗൈസ്. ഒരു കാലൊക്കെ പൊട്ടി. നമ്മുടെ മൊബൈലൊക്കെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ പൊട്ടിക്കുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മളിതാ ഇങ്ങനെ ഒരു ട്രൈപ്പോഡ് സംഭവം വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. മേലെതാ ഇവിടെ കൊടുക്കാൻ, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിലുള്ള ട്രൈപ്പോഡ്. ഇപ്പോൾ അത് മോണോപോഡ് അയക്കുന്നു ഗൈസ്. ഒറ്റക്കാലം ഗൈസ്. ഫസ്റ്റ് തന്നെ ഇവൻ ഇൻട്രോ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചു ചാനൽ മാറിപ്പോയോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അത് തന്നെ, ചെക്കൻ പഠിച്ചു പോയി. എന്താ ചെയ്യുക.
പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് സോറി സൈനിങ് ഓഫ്.